ഷെയർ ദ ലോഡ് എന്ന പേരിൽ ഏരിയലിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിനിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയാണ്: അത് രാവിലെ എല്ലാവരെക്കാളും മുമ്പ് എഴുന്നേൽക്കുന്ന അമ്മ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സൊക്കെ എടുത്ത് വയ്ക്കുന്നു, കിച്ചണിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നു, ഭർത്താവിനും സ്കൂളിൽ പോകുന്ന മകൾക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പാക്ക് ചെയ്യുന്നു. ഇവർ ഒരുങ്ങുന്നുണ്ട്, ഇവർക്ക് ഓഫീസിൽ പോകണം. പോകുന്ന വഴിക്ക് ഇവർ മകളെ പഠിപ്പിക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ബെഡിലെ കുട്ടിക്ക് കഥ വായിച്ചു കൊടുക്കുന്നു. കുട്ടി ഉറങ്ങിപ്പോവാണ്, അമ്മ ഉറങ്ങിപ്പോവും. പിന്നെ എപ്പോഴും അമ്മ എഴുന്നേറ്റിട്ട് അവർ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നു, കുട്ടിയുടെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുന്നു. പിന്നെ അലക്കാനുള്ള ക്ലോത്തുമായിട്ട് വാഷ് ഏരിയയിലേക്ക് പോവാണ്. കുഞ്ഞ് എപ്പോഴും ഉറക്കത്തിൽ എഴുന്നേറ്റു, നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല. അപ്പനെ വിളിച്ചുണർത്തി. അപ്പനും മോളും കൂടി നോക്കുമ്പോൾ അമ്മ വാഷിംഗ് മെഷീൻ്റെ അടുത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പം വന്ന് ഈ ക്ലോത്തൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ സഹായിക്കുകയാണ്. അപ്പോൾ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ്: 71% ഓഫ് വിമൻ സ്ലീപ്പ് ലെസ് ദാൻ മെൻ ഡ്യൂ ടു ഹൗസ് ഹോൾഡ് ചോസ്. 71% സ്ത്രീകൾ ആണുങ്ങളെക്കാളും കുറച്ച് ഉറങ്ങുന്നത് വീട്ടുജോലി കാരണം. ഇത് വീണ്ടും എഴുതി കാണിക്കും: ഷെയർ ദ ലോണ്ടറി, ഷെയർ ദ ലോഡ് ഫോർ ഈക്വൽ സ്ലീപ്പ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ഇൻവൈറ്റ് ചെയ്യുന്നത് അധ്വാനിക്കുന്നതിന് ഭാരമായതിന് എൻ്റെ അടുത്ത് വാ എന്നുള്ള ആശ്വസിപ്പിക്കുക. ഈശോ വിളിക്കുന്നത് ലോഡ് ഷെയർ ചെയ്യാനാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടെന്നേ, ഞാൻ ഷെയർ ചെയ്യാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും. നമ്മുടെ വീട്ടുജോലികളുണ്ടല്ലോ, അത് ഒരാൾ മാത്രം ചെയ്യേണ്ടതല്ല. വീട്ടിലെ എല്ലാ ആൾക്കാരും ഒരുപോലെ അത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും, ഭാരം കുറച്ചും കൂടി ലൈറ്റാവും. ഷെയർ ദ ലോഡ്.